എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ മാസം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ബറോസ് എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. ഈ വരുന്ന ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് റിലീസായിട്ടാണ് ലാലേട്ടൻ്റെ 3D ചിത്രമായ ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ലാലേട്ടൻ സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബറോസ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് എപ്പോൾ തുടങ്ങും, എവിടെയാണ് ആദ്യം ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുന്നത്, ആ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബറോസ് എന്ന സിനിമയുടെ ആദ്യ ടിക്കറ്റ് ബുക്കിംഗ് കേരളത്തിന് മുമ്പ് തന്നെ UK-യിൽ തുടങ്ങുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ആഴ്ചയായിരിക്കും ചിത്രത്തിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ UK-യിൽ ആരംഭിക്കുന്നത്. 3Dയിലായിരിക്കും ചിത്രത്തിന്റെ UK ഷോസ് ഒക്കെ നടക്കുക. അതിനുശേഷമായിരിക്കും ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. വലിയ രീതിയിലൊരു ഹൈപ്പ് കൊടുക്കാതെയാണ് ചിത്രത്തിന്റെ പ്രൊമോഷൻ രീതികൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഏകദേശം 7400 പേര് മാത്രമാണ് ചിത്രത്തിന് ഇൻട്രസ്റ്റ് നൽകിയിട്ടുള്ളത്. എന്നാലും ചിത്രത്തിന്റെ റിലീസിനോട് അടുക്കുമ്പോൾ ചിത്രത്തിന്റെ ഹൈപ്പ് വീണ്ടും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 25-ാം തീയതി കേരളത്തിൽ മാത്രം ഏകദേശം 400-ന് മുകളിലുള്ള തിയേറ്ററുകളിലായിരിക്കും ചിത്രം ആദ്യ ദിവസം പ്രദർശനത്തിനെത്തുക. ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ ചിത്രത്തിന് മികച്ചൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചാൽ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.